നോക്കുമ്പോ എന്റെ അടുത്ത് പപ്പിമോളില്ല. അയ്യോ, ഈ വീട്ടിലെല്ലായിടത്തും ഞാൻ നോക്കി, അവളെവിടെങ്ങും കാണുന്നില്ല അമ്മ. അമ്മ, ഞാനിനി എന്ത് ചെയ്യും? രോഹിത്താണെങ്കിൽ വിളിച്ചിട്ട് എഴുന്നേക്കൊന്നുമില്ല. മോളെ, ഈ രാത്രിയിൽ പിന്നെ കുഞ്ഞെവിടെ പോവാനാ? അമ്മേ, എന്താ കാര്യം? പപ്പിമോളെ അവിടെ കാണാനില്ലെന്ന്. കാണാനില്ലെന്നോ? അമ്മ ഫോണിൽ തന്നെ. ശ്യാമേ, എന്താ ഉണ്ടായേ? പപ്പി നിന്റെ കൂടെ ഇല്ലേ ഇപ്പോ? ഇല്ല കുഞ്ഞേച്ചി, ഇവിടെ ഒരിടത്തും ഇല്ല. അവൾക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടെങ്ങാനും. ശരി, നീ ടെൻഷൻ അടിക്കാതെ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. അവള് വേറെ എവിടെയും പോയിട്ടുണ്ടാവില്ല. ഇങ്ങോട്ട് വരാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. നീ എന്തായാലും അവിടേക്കൊന്ന് നോക്ക്. ഞാൻ എന്തായാലും ഉടനെ തന്നെ അങ്ങോട്ട് വരാം. പപ്പി, പപ്പി, പപ്പി. ഞാൻ പോയിട്ട് വരാമേ. മോളെ, പപ്പിക്ക് അവിടെ നിൽക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നതായിരിക്കും. നോക്കട്ടെ. മോളെ, പക്ഷെ ഈ രാത്രിയിൽ അവൾ ഒറ്റയ്ക്ക്. ഞാൻ എന്തായാലും പോയി നോക്കട്ടെ അമ്മേ. പിന്നെ പപ്പി എങ്ങാനും അവിടെ എത്തുകയാണെങ്കിൽ ഞങ്ങളൊന്ന് വിളിക്കണേ. മോളെ, ഇത്രയും രാത്രിയായില്ലേ, ഇനി നിങ്ങൾ അന്വേഷിച്ചാ പോരാ. നീ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്ക്. അമ്മ, ഒന്നുകൂടി നോക്കിയിട്ട്. വേണ്ട മോളെ, ഇനിയും നമ്മൾ പോലീസിൽ വിവരം അറിയിക്കാത്തതേ കൂടുതൽ കുഴപ്പങ്ങളിൽ കൊണ്ടെത്തിക്കും. പിന്നീട് എന്തുകൊണ്ട് നേരത്തെ അറിയിച്ചില്ല എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് അടുത്തുള്ള സ്റ്റേഷനിൽ ചെന്ന് വിവരം പറയേ. അവരും കൂടെ അന്വേഷിക്കട്ടെ. ആരന്വേഷിച്ചാലും നമുക്ക് നമ്മുടെ മോളെ കിട്ടണം. ദേ, ഇനി നിങ്ങൾ എന്നെ വിളിക്കുന്നത് പപ്പി മോളെ കിട്ടിയെന്ന് പറയാനായിരിക്കണം, കേട്ടോ? ശരി. എന്റെ ദേവി, എന്റെ കുഞ്ഞിനൊരു ആപത്തും വരുത്തിക്കല്ലേ. ചേട്ടാ, ഈ വഴിക്കല്ലേ പോലീസ് സ്റ്റേഷൻ? അതെ മാഡം. നമുക്ക് സ്റ്റേഷനിലോട്ട് പോവാം. നമ്മളെ മാത്രം തിരക്കിയിട്ട് കാര്യമില്ല. അവരും കൂടി നോക്കട്ടെ. ഭാമേ, 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 ഭാമേ. നീ ഒന്ന് എണീറ്റേ. ദേ, നിന്നെ കാണാൻ ഒരാൾ വന്നേക്കുന്നു. അത് ഈ രാത്രിയില് രാവിട്ട പിച്ചും പെയ്യും പറയാതെ രാവിട്ടം കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഭാമേ, സത്യം പറയുന്നേ. നീ ഒന്ന് എണീറ്റേ. എന്തു രാഘവേട്ട? ദേ, ഞാൻ കാണിച്ചു തരാം. വന്നേ, എണീക്ക്, എണീക്ക് ഭാമേ. രാഘവേട്ട, ഇങ്ങോട്ടോ നോക്ക്. ദേ, ദേ. അയ്യോ മോളെ, പപ്പി മോളല്ലേ ഇത്? എക്സ്ക്യൂസ് മീ സർ. സർ, ഒന്ന് എഴുന്നേക്കണം. പാതിരാത്രി നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ? സുഖമായിട്ട് ഇതുപോലെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ലോ പോലീസ് സ്റ്റേഷനിൽ നൈറ്റ് ഡ്യൂട്ടി വെച്ചിരിക്കുന്നത്. എങ്കിൽ പിന്നെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയാ പോരെ? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ജില്ലാ കളക്ടർ എന്ന് പറയും. മാഡം. സിഐ ഇല്ലേ? ഇല്ല മാഡം, സാർ ഒരു പെട്രോളിങ്ങിന് പോയിരിക്കുക. അല്ല മാഡം, ഇരിക്കും ഇരിക്കും മാഡം. ഞാൻ ആളറിയാതെ ഒന്നും മനസ്സിൽ വെക്കില്ല മാഡം. അല്ല മാഡം, ഇപ്പൊ ഇങ്ങോട്ട് ഞങ്ങളുടെ മോളെ. ആ, സി എ എത്തി മാഡം. കേൾക്കണോ മാരെ? മാഡം, ഈ രാത്രിയില് അത് ഞങ്ങളുടെ മോള് മിസ്സിംഗ് ആണ്. ഞങ്ങൾ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു. ചിലപ്പോ ആ കുട്ടിയായിരിക്കും നമ്മൾ മുത്തച്ഛനോട് പറഞ്ഞു വിട്ടത്. കുഞ്ഞിജി, രാഘവൻ എന്നായിരുന്നു പറയുന്ന ആളുടെ കൂടെ ആ കുട്ടിയെ പറഞ്ഞു വിട്ടത്. അത് ഞങ്ങളുടെ അച്ഛനാ. ആ. പക്ഷെ അച്ഛൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ? മാഡം, കുട്ടിയുടെ ഫോട്ടോ ഉണ്ടോ കയ്യിൽ? ആ, 啊 ഉണ്ട്. 啊 Huh? 啊 Huh? 嗯 啊
മാഡം ഈ കുട്ടി തന്നെ രാത്രിയിൽ ഇറങ്ങി നടന്ന കുട്ടിയെ അവന്മാര് ശല്യം ചെയ്യാൻ ശ്രമിച്ചു. കൃത്യസമയത്ത് കുട്ടിയുടെ മുത്തശ്ശൻ വന്നതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി. അപ്പോഴേക്കും ഞങ്ങളോടെ എത്തി. അല്ല അപ്പൊ എന്റെ മോള് മുത്തശ്ശൻ്റെ കൂടെ സുരക്ഷിതമായി ഇപ്പോൾ വീട്ടിലെത്തി കാണും. നിങ്ങൾ പറയുന്ന മുത്തശ്ശൻ ഇദ്ദേഹമാണോ? അതെ, ഇദ്ദേഹം തന്നെ, രാഘവൻ നായർ. ശരി, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ വിളിക്കാം. ഓക്കെ മാഡം. അല്ല മാഡം, അപ്പോൾ ഇവന്മാരെ അവരെയും കൊണ്ടുപോടോ. അങ്ങോട്ട് നീങ്ങില്ല. ഇവരെന്ത് ചെയ്യണം മാഡം? ഞാൻ വിളിച്ചു പറയാം. ഇവരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. രാത്രിയിൽ ബസ് കിട്ടാതെ നടുറോളിൽ പെട്ടുപോകുന്നവര് സുരക്ഷിതമായി വീടെത്താനായിട്ട് ആശ്രയിക്കുന്നത് സാധാരണക്കാരുടെ വാഹനമായ ഓട്ടോറിക്ഷ. അപ്പൊ ആ വാഹനം ഓടിക്കുന്നവർക്ക് ആദ്യം വേണ്ടത് മനുഷ്യത്വ, മനസ്സിലെ നന്മയാണ്.